ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ബാങ്ക് പലപ്പോഴും നമ്മെ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി പലർക്കും അറിയില്ല. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡും നമുക്ക് പണി തരും. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിങ്ങളെ ബാങ്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഉപഭോക്താവിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പലിശ തന്നെയാണ്. കൃത്യസമയത്ത് എടുത്ത പണം തിരിച്ചടയ്ക്കാതിരുന്നാൽ ബാങ്ക് പലിശ ഈടാക്കും. അത് വളരെ ഉയർന്നതുമായിരിക്കും. ഇതാണ് ക്രെഡിറ്റ് കാർഡുകളെ ലാഭകരമായ ബിസിനസ്സായി ബാങ്കുകൾ കാണുന്നതിനുള്ള കാരണം. ബാങ്കുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ലാഭം ഇടപാടിൽ നിന്നുള്ള വരുമാനമാണ്. നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴോ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുമ്പോഴോ ബാങ്ക് വ്യാപാരിയിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കും. ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകളിലൂടെ ബാങ്കുകൾക്ക് വൻ ലാഭമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഉപഭോക്താക്കളുമായി ദീർഘകാലം ബന്ധം സ്ഥാപിക്കാനും ഈ ക്രെഡിറ്റ് കാർഡ് ഇടപാടിലൂടെ ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതേ ബാങ്കിൽ തന്നെ നിക്ഷേപങ്ങളും മറ്റ് ഇടപാടുകളും നടത്താൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് പോലെ തോന്നുമെങ്കിലും ഗുണം ബാങ്കുകൾക്ക് തന്നെയാണ്. ബാങ്കുകൾക്ക് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ബിസിനസ് തന്ത്രം മാത്രമാണ് ക്രെഡിറ്റ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അതൊരു ഉപകാരപ്രദമായ കാര്യമാണ്. ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്തവരും ചുരുക്കമാണ്. ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ചും ബുദ്ധിപരവുമായി ഉപയോഗിച്ചാൽ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ വായ്പാ പരിധിയുടെ 30% കൂടുതൽ പണം ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്നും പണം പിൻവലിക്കുന്നത് നിങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കും. ക്രെഡിറ്റ് കാർഡ് ബില്ല് ലഭിക്കുമ്പോൾ അത് അടയ്ക്കാൻ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, മുഴുവൻ തുകയും അടയ്ക്കാം. രണ്ടാമത്തേത്, ഏറ്റവും കുറഞ്ഞ തുക അടയ്ക്കാം. കയ്യിൽ പണമില്ലെങ്കിൽ പലരും ലേറ്റ് പേയ്മെന്റ് ഫീസ് ഒഴിവാക്കാൻ ഏറ്റവും കുറഞ്ഞ തുക അടയ്ക്കും. ഇങ്ങനെ കുറഞ്ഞ തുക അടയ്ക്കുന്നതിലൂടെ ബാക്കി തുകയ്ക്ക് പലിശ നൽകേണ്ടി വരുന്നത് പലരും ശ്രദ്ധിക്കാറില്ല. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.